ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസത്തിലെ ഇലക്കറികളുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇന്ന് ചേമ്പിലയുടെ ഒരു റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ചേമ്പില തോരൻ, ചേമ്പില പീര എന്നൊക്കെ പറയും. ഇപ്പോൾ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചേമ്പിൻ്റെ ഇല. ഇതിൽ അയൺ, കോപ്പർ, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നു. ദഹനം എളുപ്പമാക്കാനും ഇത് സഹായിക്കുന്നു. കുടലിൻ്റെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. കുടൽ ക്യാൻസർ തടയാനും ഇത് വളരെ ഉത്തമമാണ്. ഇത് അനീമിയ കുറയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചേമ്പില തോരൻ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഞാൻ വീട്ടിൽ തന്നെയുള്ള ചേമ്പില കൊണ്ടാണ് തോരൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ ധാരാളം ഇലകളുണ്ട്. ഞാനിങ്ങനെ തണ്ടോട് കൂടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇതിന്ന് തണ്ട് മുറിച്ചെടുക്കാം. ഇതിന്റെ അറ്റം ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതിന്റെ തൊലി നമുക്ക് ഇതുപോലെ കളഞ്ഞെടുക്കാം. തൊലി കംപ്ലീറ്റ് ആയിട്ട് ചുരണ്ടി എടുക്കുകയോ കീറിയെടുക്കുകയോ ചെയ്യാം. അതിനുശേഷം നമുക്കിത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഇതുപോലെ 4 കഷ്ണങ്ങളാക്കിയതിന് ശേഷം പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. അങ്ങനെ ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇല ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇലയുടെ ഞെട്ടിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് വാഷ് ചെയ്ത ഇലയാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 4 ചെറിയുള്ളിയും 2 പച്ചമുളകും 1 സവാള പൊടിയായി അരിഞ്ഞതും 3 ചെറിയുള്ളി പൊടിയായി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം കൂടാനേ പാടില്ല. ഒരു 1/4 ടീസ്പൂൺ പോലും ആവശ്യമില്ല. നമുക്കിതൊരു നുള്ളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 4-5 എണ്ണം അതിലുണ്ടാവുള്ളൂ, അത്രയും കുറവ്. അല്ലെങ്കിൽ നമുക്ക് ജീരകത്തിന്റെ ഒരു കുത്തൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ കടുക് ചേർത്ത് പൊട്ടതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും സവാളയും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മൂത്ത് വരട്ടെ, അതുവരെ ഇളക്കി കൊടുക്കാം. സവാള നല്ലപോലെ മൂത്ത് കഴിഞ്ഞു. ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ തണ്ടും ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. എല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. വെള്ളം തളിച്ചു കൊടുത്താൽ മതിയാവും. ഇത് ഇലയിൽ തന്നെ ധാരാളം വെള്ളം ഉള്ളതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ 10 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് മതി ചേമ്പിൻ്റെ ഇല വെന്ത് കിട്ടാൻ. ഇപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുമല്ലോ.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്